ഹിരണ്യ എന്താടാ മാർക്കോ? കുറച്ച് ഭയങ്കരയാണെന്നറിയാം, എന്നാലും ഐ ലവ് യു ഹിരണ്യ. നിനക്ക് എന്തോടാ വയ്യേ? ചിരിപ്പിക്കല്ലേ മാർക്കോ. ഇത് മേടിക്ക്. അത് മേടിച്ചിട്ടേ നീ ഇവിടെ നിന്ന് എണീക്കുള്ളെങ്കിൽ നീ ജീവിതകാലം മൊത്തം മുട്ടൂത്തി നിൽക്കേണ്ടി വരും. ചുമ്മാ തമാശ പറയല്ലേ ഹിരണ്യ, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്നെ നോക്കണത്. കണ്ണുള്ളതുകൊണ്ടാണ് നോക്കണം. ഞാൻ അങ്ങനെ എത്ര പേര് നോക്കണം എന്നും പറഞ്ഞ് എനിക്ക് അവരെല്ലാവരും ഇഷ്ടമാണെന്നാണോ? ചുമ്മാ നാണം കിടല്ലേ മാർക്കോ. ഒരുമാതിരി കോമാളി പരിപാടിയായിട്ട് ഇറങ്ങിയേക്കോ. ഈ പൂ മാത്രമൊന്നും മേടിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അവരൊക്കെ എന്നെ കളിയാക്കും. ഈ പൂ മേടിക്കണേക്കാട്ടില് ഞാൻ ഈ പൊക്കത്തുനിന്ന് എടുത്ത് ചാടുന്നതാ നല്ലത്. മോനെ ഇവിടെ കുത്തിയിരുന്നു, സഹതാപം കൊണ്ടേ ആരെങ്കിലും വന്ന് മേടിക്കും. പോയേടാ പണിയിട്ട്. ഈ പൂ മേടിക്കണേക്കാട്ടില് ഞാൻ ഈ പൊക്കത്തുനിന്ന് എടുത്ത് ചാടുന്നതാ നല്ലത്. ഇതെന്താണ് പുതിയ പ്രതിഷ്ഠയെ? എനിക്ക് ആരും കണ്ടിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. മരം ഇത് എനിക്ക് ക്ലാസ്സിൽ പോകും പിള്ളേരെ പേടിക്കേണ്ട, ആരും കണ്ടില്ല, ടെൻഷൻ വേണ്ട. എന്തൊരു അഹങ്കാരടോ, അവൾ ആരാണോ വിചാരം? അവിടെ വേറെ പെണ്ണില്ലേ? ഇത്രയും പേരെ വിളിച്ച് നിന്ന് നാണം കെടുത്തില്ലേ? മുട്ടിലിരുത്തി ഊക്കിയിട്ടോള്. അവളാരും അമിതാ ബൈജുവാ. കുഴപ്പമില്ല, പോട്ടെ, ഞാൻ അങ്ങോട്ട് നോക്കി. സോറിടോ, ഞാൻ അന്ന് അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു, കുറച്ച് കൂടിപ്പോയല്ലേ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അത് അപ്പോഴേ വിട്ടു. ഈ കോളേജിൽ എല്ലാവർക്കും തന്നെ എന്ത് ഇഷ്ടമാണോ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ തൻ്റെ പേര് തന്നെ കേട്ടുകൊണ്ടിരിക്കണം. അവനെ വേണ്ടാന്ന് വെച്ച് താൻ പൊട്ടിയാണ്, മാർക്കോനെ പോലെ ഒരു പയ്യനെ കിട്ടില്ല എന്നൊക്കെ. ആർട്സിലും സ്പോർട്സിലും പഠിത്തത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു താൻ. ഞാൻ കാരണം ഡിപ്രസ്ഡ് ആയിരുന്നു. സോറി. അയ്യോ സോറി ഒന്നും വേണ്ട, ഒന്നും കുഴപ്പമില്ല. പിന്നെ താൻ പറഞ്ഞ ശരിയാ, ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്നങ്ങനെ കുറേ നേരം മുട്ടൂത്തി നിന്നോണ്ടാണെന്ന് അറിഞ്ഞൂടാ ഒരാഗ്രഹം, എന്നെ അങ്ങനെ ഒന്ന് പ്രപ്പോസ് ചെയ്യാവോ? അങ്ങനെയാ? ഐ ലവ് യു. നീ ഇവിടെ മുട്ടൂത്തി നിന്നോ, സഹതാപം കൊണ്ട് ആരെങ്കിലും വരും ഇഷ്ടമെന്ന് പറയാൻ, കേട്ടാടി. പേടി. അവളെ നാണം കെടുത്തി നിന്നെ മാത്രമല്ല, നിന്നെ ഇഷ്ടമല്ലെന്ന് പറയുന്ന ആവുകൊണ്ട് അവളെ നിന്റെ ഇഷ്ടമെന്ന് പറയുന്ന നാള് വരും. അല്ലെങ്കിൽ ഈ നന്ദു വരത്തും മുട്ടുകുത്തിച്ച് നിർത്തും. ആ ചേട്ടനെ വേണ്ടെന്ന് വെച്ചാൽ നീ എന്ത് പൊട്ടിയാടി, അങ്ങനെ പറയണം. ഓക്കെ സെറ്റ്. ആർട്സിലും സ്പോർട്സിലും ഡാൻസിലും ഏതെടുത്താലും ബഹുവേമൻ, എന്റെയൊക്കെ റോൾ മോഡൽ അടിപൊളി, അങ്ങനെ തന്നെ പറയണം. എന്റെ അടുത്ത് എങ്ങനെ വെച്ചാൽ ഇഷ്ടം എന്ന് പറയുന്നത് കണ്ടല്ല, കെട്ടിപ്പിടിച്ചിട്ട് മൂട് തന്നെ. അയ്യേ, അങ്ങനെ ഞാൻ പറയൂല. പ്രൊജക്ട് മൊത്തം എഴുതി തരും. അങ്ങനെയാണെങ്കിൽ കെട്ടിപ്പിടിച്ചാനെന്ന് പറയാം. ഓക്കെ സെറ്റ്.